ഓക്കെ ഗൈസ് അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനും അതേപോലെ തന്നെ അവിടെ ഷിൻജാനും കൂടെ ഈ വീട് ഫുള്ളായിട്ട് ഡെക്കറേഷനുകളൊക്കെ എന്തായാലും ചെയ്യാനായിട്ട് പോകണം. കാരണം എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഏകദേശം അടുത്തുകൊണ്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ ഏകദേശം എന്തായാലും അടുത്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വീട് കംപ്ലീറ്റ് ഫുള്ള് കട്ടയ്ക്ക് വേറെ ലെവലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് മൊത്തത്തിൽ വേറെ ലെവലാക്കണം. വീട് മാത്രമല്ല, വീട്ടിലുള്ള വണ്ടികളും എല്ലാ സാധനങ്ങളും നമ്മൾ വേറെ ലെവലാക്കി അതിനെ എടുക്കുന്നതാണ്. ഞാൻ ഷിൻജാനും കൂടെ ഒരു അടിപൊളി ഒരു സംഭവങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വീട് മൊത്തത്തിൽ നമ്മൾ എന്തായാലും ഒരു ക്രിസ്മസ് വീടാക്കി എടുക്കാനായിട്ട് എന്തായാലും പോവേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഷിൻജാനും എന്തായാലായിട്ട് നല്ല കുറേ സാധനങ്ങളൊക്കെ എന്തായാലും ഇനി എന്തായാലും വാങ്ങിക്കണം. അതൊക്കെ ഒന്നും ചെയ്യാം. അതേപോലെ നമ്മളെന്തായാലും ഈ ഒരു വീടിൻ്റെ കളറും കൂടെ എന്താ നൈസായിട്ട് മാറ്റി നേടാം കേട്ടോ. നമ്മുടെ ക്രിസ്മസിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റും അതേപോലെ തന്നെ റെഡും ആണ്. ഓക്കെ, നമ്മൾ പകുതി റെഡും പകുതി വൈറ്റും ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, അതേതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വണ്ടികളുടെ കളറൊക്കെ അല്ലേ, ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ വൈറ്റ് ആകുന്നതാണ്. നമ്മുടെ ഒരു വണ്ടി ഓൾറെഡി വൈറ്റ് ആണ്, അത് നമ്മളാക്കത്തില്ല. പക്ഷേ ഈ ഒരു BMW GT ആണെന്നും വേറെ കളറാണ്. ഇത് മാറ്റി നമ്മൾ വൈറ്റ് ആക്കും. അതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ കളർ മാറ്റി വീട് മൊത്തത്തിൽ നമ്മളൊരു റെഡ് തീം ആക്കുന്നതാണ്. ഓക്കെ, റെഡ് കളർ ഹൗസ് ആക്കുന്നതാണ്. ഞാൻ എന്തായാലും പെയിൻറ്ററിനെ വിളിച്ചിട്ട് എന്തായാലും ഉണ്ടാക്കുക. നമുക്ക് എന്തായാലും കുറച്ച് ബക്കറ്റ് പെയിൻറ്റും കൂടെ എന്തായാലും വാങ്ങിക്കണം. എന്നിട്ട് അവിടെ വീട് മൊത്തത്തിൽ എന്തായാലും ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ക്രിസ്മസ് ട്രീ, ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ. അതുപോലെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മറ്റേ സ്നോ ഇല്ലേ, ഈ സ്നോ ഇടാനുള്ളൊരു പ്ലാനിങ്ങൊക്കെയാണ് ഗൈസ് ഞാനെന്ന് പറയണത്. ഇവിടെ മൊത്തത്തിൽ സ്നോ ഇടാനായിട്ട് എനിക്ക് ചെറിയൊരു പ്ലാനിങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഷിൻജാനെ വിളിക്കാം. അപ്പോൾ അതിനുമ്പായിട്ട് നിങ്ങൾ എല്ലായിടത്തും നിങ്ങളുടെ അടുത്തൊരു കാര്യങ്ങൾ എനിക്ക് എന്തായാലും പറയാനായിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇന്നെന്തായാലും കേസ് നമ്മുടെ ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ ഡിസംബർ 21 കളൊക്കെയാണ്. ഓക്കെ, ഇന്നെന്തായാലും ഡിസംബർ 21 അപ്പോൾ ഡിസംബർ 21 തൊട്ട് നമ്മുടെ 2025 ജാനുവരി 1 വരെ നമ്മൾ ഒൺലി ക്രിസ്മസ് വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഏതൊക്കെ ക്രിസ്മസിലുള്ള ഗെയിംസ് ഉണ്ട് അത് മാത്രമേ നമ്മൾ കളിക്കത്തുള്ളൂ. ഒള്ളി ക്രിസ്മസ് വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ എന്തായാലും നമ്മുടെ അവധികളൊക്കെ ഉണ്ടല്ലോ, ക്രിസ്മസ് അവധികളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ വീഡിയോ വരും. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു 5-4 മണിയൊക്കെ ആകുമ്പോഴും വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല മറക്കാതെ പ്ലീസ് എന്തായാലും നമ്മുടെ എല്ലാ വീഡിയോസും കാണാം. നമ്മളാണെങ്കിൽ കുറച്ച് നേരത്തെ മുമ്പാണെങ്കിൽ നമ്മൾ രാവിലെ ആണെങ്കിൽ ഒരു ലോക്കി ക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അത് കാണാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ പോയി കാണാം പ്ലീസ് ഗൈസ്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് നമുക്ക് ഇടണമെന്ന് വെച്ചാൽ രാവിലെ വൈകിട്ട് എന്തായാലും വീഡിയോസ് കണക്ക് ഇനി എന്തായാലും ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും മറക്കാതെ തന്നെ കാണാം. അതുപോലെ തന്നെ കുറേ പേര് നമ്മുടെ ചാനൽ കണക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് കണക്ക് ചെയ്യുന്നുണ്ട്. പ്ലീസ് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരിക്കലും അൺസബ്സ്ക്രൈബ് കണക്ക് ചെയ്യില്ല. എല്ലാവരും എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. എന്നാലും അടിപൊളി കിടുക്കാച്ച് പൊളിക്കോസ്കി വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൂട്ടുകാർത്തൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്തായാലും ബാക്കി എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ പോയി ഷിൻജാനെ വിളിച്ചിട്ട് വരാം. എടാ ഷിൻജാനെ ഒന്ന് പെട്ടെന്ന് വേണം, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഫ്രാങ്ക്ലി ചേട്ടാ ഞാൻ എത്തി. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഷിൻജാനുകളൊക്കെ ഫയലിൽ വന്നിട്ടുണ്ട്. എടാ ഷിൻജാനെ നമുക്ക് ഫസ്റ്റ് എന്തിനു വാങ്ങിക്കണം? ഫ്രാങ്ക്ലി ചേട്ടാ ഫസ്റ്റ് നമുക്ക് ഡെക്കറേഷനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഡെക്കറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ വാങ്ങിക്കണം. പിന്നെ ട്രീയിലിടാനുള്ള കുറേ സാധനമല്ലോ, ബോൾസ് പോലത്തെ സാധനം, നമുക്കതും വാങ്ങിക്കണം. അതിൻ്റെ പേരെന്താ അതെനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ ജനറൽ സ്റ്റോറിൽ പോവാം. ആടാ ഷിൻജാനെ, ജനറൽ സ്റ്റോർ ഇവിടെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. വേറെ പാടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് വീട് മൊത്തത്തിൽ സെറ്റാക്കി എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് പെയിൻറ്റ് വാങ്ങണം കേട്ടോ. ഞാൻ പെയിൻറ്ററിനെ വിളിച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമുക്ക് വീടിൻ്റെ കളർ മാറ്റി റെഡ് കളറാക്കാം. ഓക്കെ, എന്നിട്ട് ക്രിസ്മസ് കഴിയിട്ടൊക്കെ പഴയതുപോലെ വൈറ്റാ വേറെ വല്ല കളർ അടിക്കുക. ക്രിസ്മസ് ആകുമ്പോൾ ഫുള്ളായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 21 തൊട്ട് നമ്മുടെ 2025, അതായത് നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ 2025 ജാനുവരി 1 വരെ ഒള്ളി ക്രിസ്മസ് വീഡിയോസ് മാത്രമേ നമ്മളെന്തായാലും ഇടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്യാം. പിന്നെ എങ്ങനത്തെ ടൈപ്പിലുള്ള ക്രിസ്മസ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പറയാം. നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D സ്റ്റോറി വീഡിയോ നമ്മൾ ക്രിസ്മസ് എഡിഷൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറെയും കുറേ അടിപൊളി ക്രിസ്മസ് ഗെയിമുകൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് പ്ലേ സ്റ്റോറിലൊക്കെ. അതൊക്കെ നമ്മൾ കുറേയൊക്കെ ട്രൈ ചെയ്ത് നമ്മളങ്ങനെ വീഡിയോസുകളൊക്കെ നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എടാ ഷിൻജാനെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും ഈ ഒരു ജനറൽ സ്റ്റോറിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് ഇതും കൂടെ നേരൊക്കെ വീട്ടിൽ പോകാം. ഓക്കെ, നമുക്കിങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം നമ്മളെന്തായാലും ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
നമുക്ക് നല്ല ആവശ്യമുള്ള എല്ലാ സാധനവും നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെ ക്രിസ്മസ് ട്രീകളെ വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അറ്റത്താണ്. ഓക്കെ, ആ ഒരു കോർണറിലായിട്ടാണ് നമ്മൾ ട്രീകളൊക്കെ വെക്കാനായിട്ട് പ്ലാൻ. ഓക്കെ, വലിയൊരു ട്രീകളൊക്കെയാണ് നമ്മൾ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ വണ്ടിയിലും നമ്മൾ കൊണ്ടുവന്നില്ല. അതെന്തായാലും അവരെന്തായാലും ഒരു ചെറിയൊരു ട്രക്ക് പോലത്തെ ഒരു സാധനത്തിൽ എന്തായാലും അവർ കൊണ്ടുവരായിട്ട്. നമ്മുടെ വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല. കാറിലും അവിടെ ഒരു ഡിഫൻഡറിൽ മൊത്തത്തിൽ നമ്മുടെ ട്രീയിലിടാനുള്ള സാധനങ്ങളാണ് കേസ് എന്തായാലും ഉള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, പിന്നെ നമുക്കിവിടെ വലിയൊരു ട്രീകളൊക്കെ സെറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ട്രീ എന്തായാലും ഫസ്റ്റ് എന്തായാലും സെറ്റ് ആക്കാം. ട്രീ വെച്ചാൽ അതിനകത്ത് ഫുൾ ആ ഒരു ബോൾ പോലത്തെ സാധനമില്ല, അതെന്തായാലും ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീകളൊക്കെ ഇവിടെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി ഇടണം കേട്ടോ. നമ്മുടെ ട്രീകളൊക്കെ അവരെന്തായാലും കൊണ്ടുവന്ന് ഞാനാണെങ്കിൽ ഇവിടെ ട്രീകളൊക്കെ ഇട്ടിട്ട് ഞാൻ ഷിൻചാനും കൂടെ ഫുള്ളി ട്രീ അലങ്കരിച്ച് വേറെ ലെവല് മാരക ലുക്കാക്കി ഇടണേ. എൻ്റെ മോനെ നൈസായിട്ടുണ്ട്, അടിപൊളി ലുക്കായിട്ടുണ്ട്. നമ്മുടെ പെയിൻറ്ററുകളൊക്കെ എന്തായാലും ഇപ്പോൾ വരും കേട്ടോ. നമ്മുടെ പെയിൻറ്റുകളൊക്കെ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് വാങ്ങിച്ചുകൊണ്ട് ഡിഫൻഡറിൻ്റെ ആ ഒരു ബാക്കിലുള്ള ഡിക്കിയിലിരിപ്പുണ്ട്. ഇനി വീട് ഫുള്ളായിട്ട് റെഡ് കളർ ആക്കണം, അതേപോലെ തന്നെ വണ്ടിയും ഫുള്ളായിട്ട് വൈറ്റ് കളർ ആക്കണം. ഇവിടെ ഒന്നും തന്നെ ഡെക്കറേഷൻ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഒരു ട്രീ ഫുള്ളായിട്ട് നമ്മളങ്ങനെ പണിഞ്ഞ് നോക്കിയാക്കുന്നുണ്ട്. ഇനി ഇതേപോലത്തെ സ്നോ പോലത്തെ സാധനം ഇത് ഫുള്ള് നമുക്ക് തറയിൽ ഇങ്ങനെ ഒട്ടിക്കണം കേസ്. ഓക്കെ, ഈ ഒരു ഏരിയ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കണം. വേണം ഞാൻ അങ്ങോട്ടുകൂടെ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് എന്തായാലും ഈ ഒരു സാധനം വെച്ചിട്ട് എന്തായാലും ഒട്ടിക്കാം കേസ്. എന്നിട്ട് നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, അപ്പോഴത്തേക്കും വീട് ഫുള്ളായിട്ട് പെയിന്റ് അടിച്ച് എന്തായാലും തീരും കേസ്. അപ്പോൾ എന്തായാലും പൊളിയായിരിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാനും അതേപോലെ നമ്മുടെ ഷിൻചാനും ഇവിടെ എന്നാലും കുറേ സമയം എടുത്ത് ഫുള്ളായിട്ട് നമ്മുടെ വീട് എന്നാലും ഡെക്കറേറ്റ് ചെയ്ത് വേറെ ലെവലാക്കിയിട്ട് എന്നാലും ഉണ്ട്. നമ്മുടെ ഏതാണ് ഈ ഒരു തറയിൽ ഫുള്ള് നമ്മളെന്നാലും സ്നോ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഓരോ ട്രീയിലും നമ്മളെന്തായാലും സ്നോ വീണ പോലെ എന്തായാലും ആക്കി എന്നാലും വെച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ വേറെ ലെവലാണ്. അതെല്ലാം വീട്ടിലും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വണ്ടികളുടെ കളറും ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും എല്ലായിടത്തും എന്തായാലും വൈറ്റ് അടിച്ചാൽ ബോറായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഡിഫൻഡർ വൈറ്റ് GTR വൈറ്റ് ആക്കി. ഈ വണ്ടി ഇതേപോലെ തന്നെ എന്തായാലും ഇരിക്കട്ടെ എന്ന് ഞാൻ എന്തായാലും വിചാരിച്ചോക്കെ റെഡ്. ഓക്കെ, അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ടുണ്ട്. ഇങ്ങനെ ഒരു തീമായിട്ടാണ് ഉദ്ദേശിച്ചേക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, അതുപോലെ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് എൻ്റെ ടയറിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് സ്നോ എടുത്തിട്ടുണ്ട്, ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഇങ്ങനെ ഇടുമ്പോൾ നൈസായിട്ട് എന്തെല്ലാം ഉണ്ടാവും. ഇവിടെ നോക്കുമ്പോൾ ഒടുക്കത്തെ ലുക്കായിരിക്കും. ഓക്കെ, നമ്മുടെ ട്രീ അതേപോലെ തന്നെ അതാണ്. ഓക്കെ, ട്രീ നൈസായിട്ടുണ്ട്. അതുപോലെ ഫുള്ള് സ്നോ ആണ് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ സ്നോ ഇട്ടിട്ടുണ്ട്. അവിടെ വേസ്റ്റ് ബോക്സൊക്കെ ഫുള്ള് സ്നോയിൽ കിടക്കുകയാണ് കേസ്. ഓക്കെ, ഫുള്ളായിട്ട് വീട് നമ്മൾ സ്നോ ആക്കിയേക്കാണ്. വീടിൻ്റെ ഇൻറ്റീരിയർ പിന്നെ പറയണ്ട കേട്ടോ, മൊത്തത്തിൽ സ്നോ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിലകത്ത് സ്നോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ഡിസൈൻ ആക്കിയാണ് ഇട്ടതെന്ന് വെച്ചാൽ. ഓക്കെ, അതെല്ലാം രാത്രി സമയത്തൊക്കെ പൊളിയായിരിക്കും. ഇനി എല്ലാ നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D വീഡിയോ ക്രിസ്മസിലും ഈ ഒരു സ്നോ ഉള്ളതും പിന്നെ ഈ ഒരു കളർ തീം ഉറപ്പായിട്ടും ഉള്ളതാണ്. ഓക്കെ, എന്നാലും ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും ഇത് ഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടൊക്കെ. വീടിൻ്റെ അകം നോക്കിയാണെങ്കിൽ വലിയ മാറ്റം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ വലിയ 2 ക്രിസ്മസിൻ്റെ ഏതാണ് മഞ്ഞുങ്ങളൊക്കെ അങ്ങ് അകത്ത് വന്നിട്ടുണ്ട് സ്നോ. ഓക്കെ, പിന്നെ മുകളിലായിരിക്കും കൂടുതൽ ഇത് വന്നേക്കണമെന്ന് വെച്ചാൽ. എൻ്റെ ദൈവമേ, ഇത് കണ്ട മുകളിലാണെങ്കിൽ കൂടുതൽ സ്നോ വന്നേക്കണമെന്ന് വെച്ചാൽ. എല്ലാ സൈഡിലും സ്നോ ആണ്. നമ്മുടെ ആ ഒരു എൻ്റെ മുമ്പ് നമ്മുടെ ഡമ്പലൊക്കെ മൊത്തത്തിൽ സ്നോയിൽ മുങ്ങിപ്പോയേക്കാണ് കേസൊക്കെ. നമുക്ക് എന്തായാലും ഇതിൻ്റെ മേലും കൂടെ നല്ല നോക്കി നോക്കാം. എൻ്റെ മോനെ കണ്ട ഫുള്ളായിട്ടുണ്ട സ്നോയിങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ട ഫുൾ സ്നോ ആണ് കണ്ട. നമ്മുടെ ആ ഒരു ഏതാണ് ത്രെഡ്മില്ലോ അതിലൊക്കെ ഫുള്ളായിട്ടുണ്ട് സ്നോ ആണ്. എൻ്റെ അമ്മ എന്തായാലും കൊള്ളാം കേസൊക്കെ. എന്നാലും അകത്ത് സ്നോ എങ്ങനെയാണ് വീണതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ ആയതായിരിക്കും. ഗ്ലാസിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കയറിയതായിരിക്കും. ഓക്കെ, അത് കുഴപ്പമില്ല. അത് അകത്ത് കൂടെ സ്നോ അടക്കണം നല്ലതായിരിക്കും. പക്ഷേ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. എന്നാലും വണ്ടികളും എല്ലാം സെറ്റാക്കിയിട്ട് എന്നാലും ഉണ്ട്. സ്നോ എല്ലാം ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ രാത്രി അതെല്ലാം ഇതിൻ്റെ ഒരു ലുക്ക് എന്തായാലും നോക്കണം കേസൊക്കെ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ലൈറ്റും കുറച്ച് സാധനങ്ങളും കൂടെ വെക്കണോ വേണ്ടേന്ന് ആലോചിക്കണം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട കേസ് ഇത്രയൊക്കെ മതി. ഓക്കെ, നമുക്ക് ഇതിൽ രാത്രി നമ്മൾ ലുക്ക് എന്തായാലും നോക്കിയാകും. ഓക്കെ, എന്നാലും നൈസായിട്ടുണ്ട് കേട്ടോ. വീട് കാണാനായിട്ട് പൊളിയായിട്ടുണ്ട്. നമുക്ക് നല്ല രാത്രിയുള്ളൊരു ലുക്ക് എന്തായാലും ജസ്റ്റ് എന്തായാലും ഒന്ന് നോക്കിയാകും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീടില്ലേ വേറെ ലെവലായിട്ട് എന്തായാലും ഉണ്ട്. ഞാനും ഫ്രാങ്ക്ലിൻ ചേട്ടനോട് കഷ്ടപ്പെട്ട് ഡെക്കറേറ്റ് ചെയ്താണ്. അപ്പോൾ നമുക്ക് നല്ല രാത്രി ആവണവരെ വെയിറ്റ് ചെയ്യാം, അപ്പോഴത്തേക്കും സൂപ്പറായിരിക്കും. ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും രാത്രികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഗൈസ്, രാത്രി ഒടുക്കത്ത് ലുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. അല്ലേ ഫ്രാങ്ക്ലിൻ ചേട്ടാ? യെസ് ഗൈസ്, ഇവിടെ ഇപ്പോൾ രാത്രി എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ രാത്രി കാണാനായിട്ട് വേറെ ലെവലാണ് കേട്ടോ. രാത്രി പിന്നെ ഈ ഒരു സ്നോയിൽ വെള്ളം വീണെന്ന് പറയുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഏതാണ് കെമിക്കലൊക്കെ വെച്ച് ഉണ്ടാക്കിയ സ്നോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം വീണെന്ന് പറയുക വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഫുള്ളായിട്ട് ഈ സാധനം കണ്ടോ ഇവിടെ സെറ്റായിട്ട് എന്തായാലും ഇരിക്കുകയാണ്. സെറ്റ് മീൻസ് നമ്മളതിൽ ഫുള്ളായിട്ട് ഈ സാധനം സെറ്റായിട്ട് എന്തായാലും ഇരിക്കുകയാണ്. ഓക്കെ,
ഈ സാധനം ഇളവത്തൊന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ചാടി തന്നെ എന്തായാലും കയറാൻ കേസൊക്കെ. എൻ്റെ മോനെ വേറെ ലെവലായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. എന്തായാലും ഫുള്ളായിട്ട് സ്നോയിങ്ങളൊക്കെയാണ്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ വീട് കാണാനായിട്ടുണ്ട്. വീടിൻ്റെ ആ ഒരു റൂഫിലൊക്കെ സ്നോ ഇട്ടാൽ പൊളിയായി. ട്രീ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. ട്രീ എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സിറ്റിയിൽ കുറേ ഇവൻറ്റ്സുകളൊക്കെ നടക്കുന്നുണ്ട്, നമ്മുടെ ക്രിസ്മസ് ഇവൻറ്റ്സ്. ഓക്കെ, എന്തൊക്കെയോ കുറേ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എന്തൊക്കെയോ കിട്ടുമെന്നൊക്കെ പറയണം. എന്തായാലും അതൊക്കെ എന്തായാലും അന്നേരം എന്തായാലും നോക്കാം. എന്തായാലും ഇവിടെ ഇപ്പോൾ ഞാൻ ഷിൻചാനും കൂടെ എന്തായാലും നമ്മുടെ വീട് നല്ല രീതിക്ക് എന്തായാലും ഡെക്കറേറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എല്ലാവർക്കായിട്ട് ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നല്ലൊരു കിടക്കാച്ച വീഡിയോകളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ 21-ാം തീയതികളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസംബർ 21-ാം തീയതി. ഓക്കെ, അതിന്നാണ്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ 2025 ജാനുവരി 1-ാം തീയതി വരെ കംപ്ലീറ്റ്ലി നമ്മളെന്തായാലും രാവിലെ അതേപോലെ തന്നെ വൈകിട്ട് നമ്മൾ നമ്മൾ ക്രിസ്മസ് വീഡിയോസ് മാത്രമേ നമ്മളെന്തായാലും ചെയ്യത്തുള്ളൂ കേസ്. ഓക്കെ, ഫുള്ള് നമ്മൾ ക്രിസ്മസ് വീഡിയോസ് മാത്രമേ നമ്മളെന്തായാലും ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നൈസായിരിക്കും. ഓക്കെ, എല്ലാം നല്ല പക്ക അടിപൊളി കിടക്കാച്ച് വേറെ ലെവലായിട്ടുള്ള അടിപൊളി വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ. ഓക്കെ, എന്തായാലും നൈസായിരിക്കും കേസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സെടുത്തും കൂട്ടുകാരത്തൊക്കെ മാക്സിമം വീഡിയോസുകളൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് എന്തായാലും കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും എന്തായാലും ഒരു പുതിയൊരു കിടക്കാച്ച് വീഡിയോ ഇട്ട് ഞാൻ എന്തായാലും ഞാൻ എന്തായാലും വരുന്നതാണ്. അപ്പം പുതിയൊരു കിടക്കാച്ച് വീഡിയോ ഇട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും എല്ലാ ചങ്ക് ബഡീസുകൾക്കും എല്ലാ മുത്തുമണികൾക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.